Hi dears, Assalamu alaikum. Welcome back. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ തന്നെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത് വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ, വ്ളോഗാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരൊക്കെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാവണമെന്നൊന്നുമില്ല കേട്ടോ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ. എന്നാലും ഇഷ്ടമാവണവരുണ്ട്. അപ്പോൾ ഇഷ്ടമാവാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണട്ടെ, സ്കിപ്പ് ചെയ്തേക്കാം. പിന്നെ ഇഷ്ടമാവണവർ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് കമൻറ്റാക്കി എഴുതാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാൻ മടിക്കരുത്. അതിനുള്ള സ്വാതന്ത്ര്യം അവകാശമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഡിസ്ലൈക്ക് രേഖപ്പെടുത്താനും പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് എഴുതാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതാ ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നനച്ചുള്ളിപ്പണി അങ്ങനെ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ ഡൈനിങ് ഹാൾ എടുത്തിട്ട് നമ്മൾ ആകെ ടയർഡായിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഇടവിട്ട് എടുക്കുള്ളൂ. അടുപ്പിച്ച് ഞാനിങ്ങനെ നനച്ചുള്ളിപ്പണി എടുക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാൾ കഴുകിയ പിറ്റേന്നാണ് ഇപ്പോൾ ഇത് സംഭവം കിച്ചണിൽ ചെയ്യാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അപ്പോൾ നമ്മൾ കിച്ചൺ ഒന്ന് പിന്നെ പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ പിന്നെ കോലം കെട്ടിക്കുന്നത് കഴിഞ്ഞ റമദാൻ നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഉണ്ട് 8 മണി 8:30 സമയത്ത് തന്നെ ഉണ്ട് പെയിൻ്റ് അടിക്കാരൻ വരുന്നിട്ട്. അപ്പോൾ അന്ന് വരുന്നു പറഞ്ഞിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വന്നത്. പിന്നെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തൊന്നും കിട്ടില്ല, കാരണം അത്രയും തിരക്കാണല്ലോ ഇപ്പോൾ പെയിൻ്റ് അടിക്കാർക്കൊക്കെ. അപ്പോൾ ആ സ്വാമിങ്ങിൻ്റെതും പിന്നെ അതുപോലെ തന്നെ റമദാനിനോടുള്ള ക്ലീനിങ്ങിൻ്റെ പെയിൻ്റ് അടി അങ്ങനെയൊക്കെ ആയിട്ട് അവരെ കിട്ടാൻ പാടാണ്. പിന്നെ അവർ പറഞ്ഞേക്കണ്ട വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ കുഞ്ഞിൻ്റെയായി വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ കിച്ചണിലെ സാധനങ്ങൾ ഫുള്ള് ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നിട്ട് അത് ഒരു 1.5 പണി തന്നെയായിരുന്നു. ഫുള്ള് എവിടേക്കാണ് കൊണ്ടുവയ്ക്കണേ, നമ്മൾ ഡൈനിങ് ഹാൾ നല്ല ക്ലീനാക്കിയിട്ട് ഡൈനിങ് കേട്ടോ ഫുള്ളും കൊണ്ടുവച്ചിട്ട് അവിടെ അലങ്കോലാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് പെട്ടെന്ന് 2-3 കോട്ടടിക്കുന്നുണ്ടെങ്കിൽ ഒരു കോട്ടടിച്ച് പിന്നെ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം അടുത്ത കോട്ടടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ എവിടെയും അടിക്കണില്ല, കിച്ചൺ മാത്രം ഉണ്ടാവും. അപ്പോൾ കിച്ചൺ മാത്രം അടിക്കണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിച്ചണും അടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് അടിച്ച് വരുമ്പോഴത്തേന് ഇവിടെ ഉണങ്ങും. അപ്പോൾ കിച്ചണ് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയിട്ട് വേണമല്ലോ അടുത്ത അടിക്കാൻ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ ഒരു റൂം എടുത്തിരിക്കണം കേട്ടോ വാടകയ്ക്ക്. അപ്പോൾ ആ റൂമിലും കൂടെ പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും കൂടി വന്നതായിരുന്നു. അപ്പോൾ കിച്ചണ് ചെയ്ത് ഒരു കോട്ടടിച്ചതിന് ശേഷം ആദ്യം വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം ചങ്ങായി പിന്നെ കടയിൽ പോയിട്ട് ഒരു കോട്ടടിച്ച് കണ്ട അങ്ങനെയൊക്കെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് അയാൾ പോകുമ്പോൾ തന്നെ 2 മണിക്ക് 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ക്ലീനാക്കി കഴുകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കഴുകേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളതിന് മേലാണല്ലോ ഫുള്ള് പെയിൻ്റ് അടിക്കാനുള്ള ഭാഗങ്ങൾ, നമ്മൾ താഴെ ടൈലിട്ട ഭാഗങ്ങളല്ല എന്തായാലും കഴുകണോ തുടയ്ക്കണമൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും മേലക്കൊക്കെ തെറിക്കൂലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് എന്നിട്ട് ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞ് അവർ പോയി. പിന്നെ ഞാൻ 2:30-3 മണിയൊക്കെ ആയിക്കിട്ട പിന്നെ നമ്മൾ ഈ പണി തുടങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല ടയർഡായിട്ടുള്ളൊരു ദിവസം ആയിരുന്നിട്ട് അന്ന് ഞാൻ ഒന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വേഗം പിന്നെ കുക്കിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ 8 മണി 8:30 ആകുമ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചോറിൻ്റെ പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി പിന്നെ അന്ന് ചോറ് വെക്കാനൊന്നും പറ്റില്ല, കാരണം കിച്ചണിലാണല്ലോ പണിയുള്ളത്. അപ്പോൾ പിന്നെ അന്ന് ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വേഗം ഒരു പെയിൻ്റ് അടിച്ച് പിന്നെ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിനായിട്ട് നമ്മൾ ചുള്ളിപ്പണിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ നമുക്ക്. അതങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങാൻ കുറച്ച് പണിയാണെങ്കിലും ഒരുങ്ങി കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞോളൂ അങ്ങനെ. അപ്പോൾ അവരവിടെ പെയിൻ്റ് അടിക്കുന്ന ടൈമിൽ നമ്മൾ അകത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റോർ റൂമിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട്, അപ്പോൾ സ്റ്റോർ റൂമിൽ ഒരുപാട് ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ മാത്രം കേട്ടോ, നമ്മൾ സാധനങ്ങളൊന്നും ഇല്ലാതെ കാലിയായിരിക്കുന്ന പാത്രമില്ല അത് മാത്രം ഒന്ന് ഞാൻ കഴുകി വെച്ചു. മറ്റേ ഒന്ന് ഒഴിവാക്കി കഴുകാനോ അങ്ങനെയൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴുകിയാണ്ട് ഞാൻ പുറത്ത് നമ്മൾ സിറ്റൗട്ടിൽ നല്ല വെയിലുണ്ടാവും കേട്ടോ, ആ ഷീറ്റിന്മേൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ കിച്ചൺ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ പാത്രങ്ങളൊക്കെ പുറത്തിരിക്കല്ലേ, എന്തായാലും ഇതൊക്കെ പുറത്തെടുത്തിട്ട് വേണമല്ലോ നമുക്ക് കഴുകാനായിട്ട് ഒരുങ്ങാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി എല്ലാം പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അകത്ത് കയറ്റണം, മുന്നേ തന്നെ കബോർഡിൻ്റെ ഉള്ളിലേക്കും എല്ലാം വെക്കണേ മുന്നേ തന്നെ നമുക്ക് ക്ലീനിങ് പരിപാടി അങ്ങോട്ട് കഴിക്കാമെന്നുള്ളതിൽ ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒരുങ്ങി. അപ്പോൾ ചുമര ക്ലീൻ ആയതുകൊണ്ട് പിന്നെ മാറാല തട്ടൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഉള്ള മാറാലൊക്കെ മൂപ്പർ തന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ അതൊക്കെ തട്ടിയിരിക്കണേ. അപ്പോൾ മാറാല തട്ടണ പരിപാടി കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും കയ്യെത്തുന്നിടത്തൊക്കെ എന്നും തുടക്കി നമ്മളെ കുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് തുടക്കുന്നതാണെങ്കിലും കൈ എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഞാനിതാ ലിക്വിഡ് ഇട്ടിട്ട് നല്ലൊന്ന് സ്ക്രബ്ബർ കൂടി ഇട്ടിട്ട് നല്ലൊന്ന് തേച്ച് കഴുകണമെന്നുണ്ട് കേട്ടോ. തേച്ച് കഴുകി നല്ല വെള്ളം ഒഴിച്ച് കഴുകണമെന്നുണ്ട്. പിന്നെ ജനലും കാര്യങ്ങളൊക്കെ നല്ല തുടച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും നമ്മൾ കയ്യെത്താത്ത ഭാഗങ്ങളൊക്കെ എന്തായാലും സോപ്പിട്ട് കഴുകണമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ മൊത്തത്തിൽ തന്നെ പിന്നെ ലിക്വിഡ് ഇട്ടിട്ട് തന്നെ നല്ലൊന്ന് തേച്ച് കഴുകി അങ്ങനെ. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച കബോർഡിൻ്റെ ഭാഗം ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. ഞാൻ കബോർഡിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി മുകൾ ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിന്. പക്ഷേ ഇപ്പോൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ തുള്ളിയൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഞാൻ നല്ലൊന്ന് തുടച്ചെടുത്ത് പിന്നെ അവിടെയുള്ള ലൈറ്റും ഇതൊക്കെ ഞാൻ തുടച്ചെടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ 2 സെക്ഷനായിട്ടാണല്ലോ നമ്മൾ കൗണ്ടർ ടോപ്പ് ഉള്ളത്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ ഒരു സെക്ഷനായിട്ടും പിന്നെ നമ്മൾ സിങ്കിൻ്റെ ആ ഭാഗമായിട്ടും അങ്ങനെ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഞാൻ ക്ലീനാക്കി വരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം വെക്കണം. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയുള്ള കബോർഡിൻ്റെ അവിടെ താഴെയായിട്ട് നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് പാത്രം വെക്കാനുള്ള ഒരു പലക തട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അവിടെ എനിക്ക് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റേ സൈഡിലുള്ള കബോർഡിൻ്റെ ഭാഗം എനിക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം നമ്മളവിടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയ്യെത്താൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ മോനിസ് ഉണ്ടായി സാധാ എനിക്ക് തുടച്ചരില്ല. അപ്പോൾ അവന് ഏതാണ്ട് സ്കൂളിട്ട് വരാൻ ടൈം അയക്കണേ. സ്കൂളിട്ട് വന്നാൽ അവനക്ക് കളിക്കാൻ പോകേണ്ടി വരും. എന്നാലും അവൻ പോകണ മുന്നേ ഞാൻ അതൊന്ന് തുടപ്പിച്ചിട്ട് അവന് പോകാമെന്ന് വിചാരിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ മോനിസിൻ്റെ ടൈം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡോറ് അങ്ങനെ എല്ലാതും ഞാൻ ക്ലീനാക്കി. അപ്പോൾ കുഞ്ഞിൻ്റെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ബെല്ലടി കേട്ടില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ വന്നായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ വരുന്ന കുറച്ച് മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം, ചോറ് എന്തെങ്കിലും കൊണ്ടുവരണം വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പിന്നെ ചോറൊന്നും വേണ്ട. കാരണം കൊണ്ടുവരണമെങ്കിൽ ഇനി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും കൊണ്ടുവരല്. അപ്പോൾ പിന്നെ നമുക്ക് തലേന്നും ബിരിയാണി അപ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചായൻ്റെ കടി കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ പൊറാട്ട റോളില്ലേ, നമ്മൾ ബീഫൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള പൊറാട്ട റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടല്ലേ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന അട, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ പിന്നെ കുടിച്ചതിന് ശേഷം ഞാൻ അസറൊക്കെ നിസ്കരിച്ച് കുറേ നേരം കുഞ്ഞിരാനോട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ. മോനിസ് വന്നു. അതിനിടയിൽ മോനിസ് വന്നു. അവനക്ക് ചായ ഇതൊക്കെ കൊടുത്തതിന് ശേഷം അവനോട് ഞാൻ കളിക്കാൻ പോകാൻ തിരക്കൂട്ടോ. അപ്പോൾ ഞാൻ പറയാം എന്തായാലും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കി തന്നിട്ട് പോയിക്കോന്നുള്ളതിൽ. അപ്പോൾ പിന്നെ കബോർഡിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കി ഉണ്ടാവും പോയിട്ടോ കളിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രംഗത്ത് ഇറങ്ങിയ കേട്ടോ. കിച്ചണ് പകുതിയാക്കിയിട്ട് കണ്ട് പോയതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ സാവധാനം റിലാക്സ് ചെയ്തിട്ട് തന്നെ കേട്ടോ പണികളൊക്കെ കഴിയുന്നത്. കാരണം നേരം എന്തായാലും ഇത്ര ആയല്ലോ നമുക്ക്. പിന്നെ എന്തായാലും നിസ്കാരം കഥ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ മുറവെല്ലാം നടക്കണമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ അവന് അത് ക്ലീനാക്കി പോയതിന് ശേഷം ഞാൻ കബോർഡിൻ്റെ പുറമൊക്കെ നല്ലൊന്ന് സോപ്പിട്ട് തന്നെ വരുതിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ എന്തായാലും നമ്മൾ തുടക്കണ കാര്യങ്ങൾ എന്നാലും അതൊക്കെ ഒന്ന് സോപ്പിട്ട് വരുതിയാൽ തന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പിട്ട് വരുതി. പക്ഷെ അങ്ങനെ സോപ്പിട്ട് വരുതി അങ്ങനെ കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നും വരില്ല കേട്ടോ കബോർഡിന്. ഇത് നമ്മളെന്താ പറയുക വുഡിൽ പിന്നെ മൈക്ക് ഒട്ടിച്ചാണ്. അങ്ങനെ വെള്ളം അയച്ചിട്ട് പ്രശ്നം വരുന്ന സംഭവമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ നല്ല വെള്ളത്തോട് കൂടി തന്നെ എപ്പോഴും നമ്മൾ സാധാ തുടക്കുകയാണെങ്കിൽ വെള്ളത്തോട് കൂടി തന്നെയാണ് തുടക്കൽ. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയുള്ള ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉള്ള നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ആക്കുക. അതും ഞാൻ നല്ല പിന്നെ ബ്രഷൊക്കെ ഇട്ട് ഒരതി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇങ്ങനെ ഒരു പൊടി പോലെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഞാൻ കഴുകിയിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ ചെറിയ വൈപ്പർ വെച്ചിട്ട് നല്ലവണ്ണം ക്ലീനാക്കി തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ സിങ്കിൻ്റെ ആ ഭാഗം കൂടി കഴുകാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ ചിമ്മിണില്ലേ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചിമ്മിണി അതിൻ്റെ ഇങ്ങനത്തെ അടുപ്പില്ലേ അത് അയച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് നല്ല കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ കണ്ടില്ല അത് ഞാനിപ്പോൾ 4-5 ദിവസമായിട്ടുള്ളത് ക്ലീൻ ആക്കിയിട്ട് അതിങ്ങനെ ആഴ്ചയിൽ ക്ലീൻ ആക്കണം. എണ്ണയൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ അത് ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കൂട്ടോ. എന്നിട്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്നും അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ ലിക്വിഡ് വെച്ചിട്ട് നല്ല കഴുകലാട്ടോ. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്ലീനിങ് പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ട് അത് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴുകാൻ വെച്ചു. പിന്നെ ഞാനിതാ ഇനി ഇവിടെയും കൂടെ ഒന്ന് കഴുകിയാൽ നമ്മൾ പിന്നെ ചുമര വരുത്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഭാഗമൊക്കെ വരുത്തുമ്പോൾ ഞാൻ പോയിട്ട് പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ ഞാൻ വരുത്തുമ്പോഴേ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് കബോർഡ് ചെയ്തതിൻ്റെ താഴെ നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ യെല്ലോ ലൈറ്റ് ആ ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നനവിൽ ഇങ്ങനെ നിൽക്കല്ലേ
അപ്പോൾ ഷോക്ക് അടിച്ചപ്പോൾ ഞാൻ പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ലൈറ്റ് പോയി ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഷോക്കിനൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് എർത്തടിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു പേടിയാണല്ലോ പിന്നെയും. അപ്പോൾ ഞാനിതാ സ്വിച്ച് ബോർഡിൻ്റെ ആ ഭാഗം പിന്നെ ക്ലീൻ ആക്കുമ്പോൾ മെയിൻ പോയി ഓഫ് ചെയ്ത്. അത് പിന്നെ ആ ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. കാരണം മെയിൻ ഓഫ് ചെയ്താൽ ലൈറ്റ് ഉണ്ടാവില്ല. മൊത്തത്തിൽ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കിച്ചണിൽ. അപ്പോൾ മെയിൻ ഓഫ് ചെയ്ത് ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ തീരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ താഴൊക്കെ, അപ്പോൾ താഴെ നമ്മൾ മാർബിളിൻ്റെ ടൈലിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് നല്ല നരച്ച് കളയുന്നുണ്ടാ. അപ്പോൾ നമ്മൾ മീഷോന്ന് ഉണ്ടായിരുന്ന ആ ബ്രഷില്ലേ, ബ്രഷിൻ്റെ ഭാഗം സ്റ്റീലായിട്ട് വരുന്ന ആ സംഭവമില്ലേ, അത് വെച്ചിട്ട് ഞാൻ നല്ലൊന്ന് പിന്നെ ആ മാർബിളിൻ്റെ ലൈൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വരുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ചളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരക്കലും തേക്കലും മിനിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് ഒഴിവാക്കട്ടെ. അപ്പോൾ ഞാൻ വൈപ്പർ വെച്ചിട്ട് പുറത്തേക്ക് ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ ഡോറിൻ്റെ ഇങ്ങനെ ഒരു തടസ്സമുണ്ട്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ഞാൻ പിന്നെ നല്ല ഇങ്ങനെ വൈപ്പ് ചെയ്തപ്പോൾ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, ഫസ്റ്റത്തെ വെള്ളം ഒഴിവാക്കി പിന്നെ ഞാൻ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്ലീനാക്കി വൈപ്പറായിട്ട് പിന്നെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് വെള്ളം. അപ്പം നമ്മൾ കിച്ചൺ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നല്ലൊന്ന് തുടച്ചെടുക്കാൻ തന്നെ ഉള്ളൂ. നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വൈപ്പറായിട്ട് ഒന്ന് പുറത്തേക്ക് വെള്ളമാക്കി ഇനി തുടച്ചെടുക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ മോണ്ടനെ കൊണ്ട് ഞാൻ എന്താ മേലുള്ള കബോർഡും ഫാനൊക്കെ തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാഡർ വെച്ചിട്ട് തന്നെ അവനെ കൊണ്ട് തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് സ്കൂളിൽ വന്ന് കുളിക്കണ മുന്നേ തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊന്ന് നല്ലൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളം തുടച്ചതിന് ശേഷം ഞാൻ ഫാൻ ഇട്ടിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ തുറന്ന് വെച്ചിട്ടാണ്. ഒരുപാട് നേരം രാത്രി ഫുള്ളായിട്ട് ഞാനിങ്ങനെ തുറന്ന് വെച്ചു. വെള്ളമൊക്കെ നല്ലൊന്ന് ഉണങ്ങിക്കോട്ടെ ചോദിച്ചു. എന്നാലും ഞാൻ ഉണങ്ങിയ തോർത്ത് വെച്ചിട്ട് നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ അതുപോലെ ഫാൻ ഇട്ടിട്ട് പിന്നെ രാത്രി മുഴുവനായിട്ട് പിന്നെ കബോർഡൊക്കെ തുറന്ന് വെച്ചു. ഇനിയിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ പിന്നെ നമ്മൾ ദോശ ചുടുന്ന ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സ്റ്റോർ റൂമിൽ കഴുകിയ പാത്രങ്ങളുണ്ടല്ലോ, കുറച്ച് പാത്രങ്ങൾ കഴുകിയാറില്ലേ, അതൊക്കെ ഒന്ന് പിന്നെ സ്റ്റോർ റൂമിൽ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തേക്കട്ടെ. അപ്പോൾ താഴായിട്ട് നമ്മൾ അരി ബക്കറ്റ്, പൊടി പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ താഴെ വെക്കൽ. അപ്പോൾ അവിടെ ഞാൻ ഒരു ഫ്ലെക്സ് ഇതുപോലെ വിരിച്ചെടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി വിരിച്ചതിന് ശേഷം നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ കാലിയാണ് കേട്ടോ. അപ്പം അതിലൊക്കെ സാധനം നിറച്ചിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ്. എന്നാലിപ്പോൾ രാവിലെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ട് മനസ്സിൽ കാണുമ്പോൾ. ക്ലീനായി കിടക്കണം. കിച്ചണിൽ ഒന്നുമില്ലല്ലോ, സംഭവങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ആ പണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പിന്നെ സന്തോഷം. നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിന് നല്ലൊരു സന്തോഷം കേട്ടോ കിച്ചൺ കാണുമ്പോൾ തന്നെ. അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പോൾ വലിയ പണിയൊന്നുമല്ല കിച്ചണിൻ്റെ, അതവിടെ കഴിഞ്ഞിട്ടല്ലോ. അപ്പോൾ കിച്ചണ് പെയിൻ്റ് അടിയും കൂടെ കഴിഞ്ഞപ്പോൾ മനസ്സിൽ അതിലേറെ സന്തോഷം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇതൊക്കെ രാവിലെ തന്നെ ചെയ്യാൻ കാരണം നമ്മൾ ഡൈനിങ് ഹാളിലാണല്ലോ എല്ലാ സംഭവങ്ങളും. ഒന്നും നമ്മൾ കിച്ചണിലേക്ക് കൊടുന്ന് വെച്ചിട്ടില്ല കേട്ടോ. രാത്രി പിന്നെ ഒരുപാട് നേരം ആയതുകൊണ്ട് പിന്നെ ഉഞ്ഞിരാ വന്നപ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ പിന്നെ സമ്മതിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ നാളെ ചെയ്യാം, ഇനിയുണ്ട് ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത അറിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ എല്ലാതും ആവശ്യമാണ്. കടുക് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇനി കുക്കിങ് ആവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്തൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ കബോർഡിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഞാൻ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്നത് ഞാൻ നല്ല കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ കഴുകാന്നുള്ളതിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മൺചുൾപ്പണി എടുക്കാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ കുറേശ്ശെ പാത്രങ്ങൾ എടുത്ത് കഴുകിയാൽ മതി. ഒറ്റയടിക്ക് നമ്മൾ എല്ലാം ഇങ്ങോട്ട് ചെയ്താൽ നമ്മൾ ആകെ ടയർഡാവും. അപ്പോൾ പിന്നെ നമുക്ക് സാവധാനത്തിൽ ഇങ്ങനെ ദിവസം ഉണ്ടല്ലോ, ഇനി സാവധാനം നമ്മൾ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.